ഈ അടുത്ത ദിവസങ്ങളിൽ നാം കേൾക്കുന്ന ഒരു മുറുമുറുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. KM എബ്രഹാം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്ന പേരിൽ LDF ഗവൺമെൻറ് കൊണ്ടുവന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, കടം വാങ്ങാനായിട്ട് കൊണ്ടുവന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, അതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. ആ കിഫ്ബിയുടെ സ്ഥാപക CEO ആണ് KM എബ്രഹാം. അപ്പോൾ അദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഈ കിഫ്ബിയുടെ സ്ഥാപക CEO ആകുന്നത്. കിഫ്ബിയെ കരുപ്പിടിപ്പിക്കുന്നതിലും ഡോക്ടർ ഐസക്കിനോടൊപ്പം ശ്രീ KM എബ്രഹാം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ CEO ആയത് അതിൻ്റെ പ്രവർത്തനക്ഷമതയ്ക്ക് വേണ്ടിയായിരിക്കുമെന്ന് സംശയിക്കേണ്ടതില്ല. കേരളം ഇപ്പോൾ കടുത്ത ധനപ്രതിസന്ധിയിലാണ്. ആ ധനപ്രതിസന്ധി മറികടക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ വർഷം നമുക്കറിയാം സുപ്രീം കോടതി വരെ സംസ്ഥാന ഗവൺമെൻറ് പോയി കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താണ് ഈ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പുറകിലുള്ള പ്രശ്നം? കിഫ്ബി വഴിയായിട്ടുള്ള കടമെടുക്കൽ, അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയുള്ള കടമെടുക്കൽ, ഈ രണ്ട് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയുള്ള കടം, ആ കടം മാറ്റിവെച്ചാൽ പോലും നമുക്ക് അനുവദനീയമായിട്ടുള്ള ഒരു സംസ്ഥാനത്തിന് അനുവദനീയമായിട്ടുള്ള കടം GSDPയുടെ, അതായത് സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 3% കൂടാൻ പാടില്ല. അതുപോലെ തന്നെ സഞ്ചിത കടം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട വർഷം മുതൽ ഈ വർഷം വരെ കൂട്ടിച്ചേർക്കപ്പെടുന്ന കടം, അതാണ് സഞ്ചിത കടം. അത് GSDPയുടെ 29%-ലും കൂടാൻ പാടില്ല. അപ്പോൾ കേരളം ഈ കിഫ്ബി വന്നതിന് ശേഷവും അതിനു മുൻപും ധനപ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ വർദ്ധിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡും ഒക്കെ സ്ഥാപിക്കുന്നത്. കിഫ്ബി വഴിയോ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയോ എക്സ്ട്രാ വായ്പ, അതായത് ബജറ്റിന് പുറത്ത് എന്ന് പറഞ്ഞെടുക്കുന്ന വായ്പകൾ കൂടാതെ തന്നെ ബജറ്റിനകത്തെടുക്കുന്ന വായ്പകൾ തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സഞ്ചിതകടം 29% എന്ന് പറഞ്ഞല്ലോ, അതിനെയൊക്കെ മറികടന്ന് 35%, 36%, 38% ഈ തരത്തിലൊക്കെ മുകളിലോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനോട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, CAG, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഈ 3 കൂട്ടരും ആവർത്തിച്ച് ആവശ്യപ്പെട്ടു കടത്തിൻ്റെ ലെവല് കുറച്ചു കൊണ്ടുവരിക. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത്, കേന്ദ്രം കടമെടുക്കുന്നില്ലേ, കേന്ദ്രത്തിൻ്റെ കടവും വളരെ വലിയ തോതിലല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ശരിയാണ്, കേന്ദ്രത്തിൻ്റെ കടം വലിയ തോതിലാണ്. ഇപ്പോൾ തന്നെ ഈ വർഷത്തെ ബജറ്റിൽ തന്നെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.9%. അതായത് FRBM ആക്ട് അനുസരിച്ച് GDPയുടെ 3% കേന്ദ്രവും കടമെടുക്കാവൂ. അതുപോലെ തന്നെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3% നിജപ്പെടുത്തുകയും വേണം. അങ്ങനെ 3% നിജപ്പെടുത്തുന്നത് 3% കടമെടുക്കാവൂ എന്ന് രണ്ടും ചേർത്ത് വായിക്കാവുന്നതാണ്. അങ്ങനെ കടമെടുക്കാം 3% എന്ന് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രത്തിന് 4.9% കടം വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ധനമന്ത്രി ശ്രീ ബാലഗോപാൽ ഞങ്ങളെയും 3%-ലധികം കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറയുന്നതിൽ അപകടമൊന്നുമില്ല. പക്ഷേ കേന്ദ്രത്തിൻ്റെ കടം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഡെറ്റാണ്. സംസ്ഥാനങ്ങളുടെ കടവും കേന്ദ്രത്തിൻ്റെ കടവും കൂടെ ഒന്നിച്ച് ചേർത്താണ് കേന്ദ്രം കടക്കെണിയിലാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിപ്പോൾ നമ്മുടെ വിഷയമല്ല, അത് കേന്ദ്രം നിശ്ചയിക്കട്ടെ. നമ്മളെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് എന്തുകൊണ്ട് കടം വെട്ടിച്ചുരുക്കണം എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുക്കുന്ന കടം കൂടാതെ തന്നെ നമ്മുടെ കടം, സഞ്ചിത കടം 35%, 38%, 36% ഈ തരത്തിലൊക്കെ ആയി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു റീസ്ട്രക്ചറിങ് ഓഫ് ഡെറ്റ്, കടത്തിൻ്റെ ഒരു പുനർനിർണയം നടത്തി, അതായത് പുനർക്രമീകരണം നടത്തി, പുനർനിർണയമല്ല പുനർക്രമീകരണം നടത്തിയത്. അത് കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുത്ത കടം കഴിഞ്ഞ 2 ബജറ്റുകളിലും ഈ ബജറ്റിലും ഇനി വരാനിരിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ബജറ്റുകളിലുമായിട്ട് സ്പ്രെഡ് ചെയ്തു, അതായത് വീതിച്ചു. അങ്ങനെ വീതിച്ചപ്പോൾ ഈ ഓരോ ബജറ്റിലും എത്ര വീതം വന്നു ചേരുന്നു? 5710 കോടി രൂപ. അതായത് കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുത്ത കടത്തെ
ശ്രീ ബാലഗോപാലിൻ്റെ ബജറ്റുകളിലേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്തു, പുനഃക്രമീകരിച്ചു. അതോടെ 5710 കോടിയുടെ സാന്നിധ്യം ഓരോ ബജറ്റിലും ഉണ്ടായി. സാന്നിധ്യം ഓരോ ബജറ്റിലും ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് GDPയുടെ 3% കടമെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഈ 5710 കോടി രൂപ വെട്ടിക്കുറയ്ക്കേണ്ടി വരും. ബാക്കിയേ കടമെടുക്കാൻ പറ്റൂ. അങ്ങനെയാണ് കഴിഞ്ഞ വർഷമൊക്കെ കടുത്ത ഞെരുക്കത്തിലായി. നമുക്കറിയാം, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഒന്നിനും പണമില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തത്. കടമെടുക്കാനുള്ള സൗകര്യം ഒരുക്കി തരാൻ ആവശ്യപ്പെടണമെന്നും പറഞ്ഞ്. അങ്ങനെ കുറച്ച് നീക്കുപോക്കൊക്കെ കേന്ദ്രം നടത്തിയിരുന്നു, പക്ഷേ പൂർണ്ണമായിട്ട് നടത്തിയില്ല. അപ്പോൾ അങ്ങനെ കടുത്ത ധനപ്രതിസന്ധിയിലൂടെ ഗവൺമെൻറ് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരവസ്ഥ സംജാതമായിരിക്കുന്നത്. അതായത് KM എബ്രഹാമും ധനമന്ത്രി ബാലഗോപാലും തമ്മിൽ പരസ്പര ധാരണയില്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരം. അതായത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി ഇതാണ്. ശ്രീ KM എബ്രഹാം മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സ്ഥാനത്തിരുന്നുകൊണ്ട് ധനമന്ത്രിയുടെ അധികാരങ്ങളിൽ കടന്നു കയറുന്നു. അങ്ങനെയാണ് ഈ കേരളം ഇത്രയും ധനപ്രതിസന്ധിയിലേക്ക്, അതായത് ആവശ്യമില്ലാതെ കടം കൊള്ളുകയും ഇത്രയും ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തതിൻ്റെ പുറകിൽ ഈ ചരടുവലികൾ ഉണ്ട്, KM എബ്രഹാം വഴിയുള്ള ചരടുവലികൾ ഉണ്ട് എന്ന ധാരണ പൊതുജനങ്ങൾക്ക് തോന്നത്തക്ക രീതിയിൽ തന്നെയാണ് ഇവർ തമ്മിലുള്ള മുറുമുറുപ്പ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മുറുമുറുപ്പ്, അതായത് ഫിനാൻസിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് റിട്ടയർ ചെയ്ത KM എബ്രഹാമിന് തീർച്ചയായിട്ടും അറിയാം ചില തത്വങ്ങൾ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസം മുൻപാണ് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നത്. ഭരണപരിഷ്കാര കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ മറ്റു വകുപ്പുകളുടെ ചെലവിടലിൽ ധനമന്ത്രാലയം കൈകടത്തേണ്ട ആവശ്യമില്ല എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം അതിനകത്ത് വന്നിരുന്നു. അത് കണ്ടപ്പോൾ ഞാനൊക്കെ ചിരിച്ചുപോയി. കാരണം ധനമന്ത്രി അറിയാതെ, ധനവകുപ്പ് അറിയാതെ ഓരോ വകുപ്പിനും പണം എങ്ങനെ കിട്ടും, അത് എന്തിനെന്നറിഞ്ഞ് എങ്ങോട്ട് ചെലവഴിക്കുന്നു എന്നറിയാതെ ധനവകുപ്പ് അനുവദിക്കുമോ എന്നൊക്കെ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അപ്പം അതിൻ്റെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ റെക്കമെൻഡേഷന്, നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലും അതുപോലെ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഈ അസ്വാരസ്യത്തിൻ്റെ പശ്ചാത്തലത്തിലും ഞാനൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് കേരള സർക്കാരിൻ്റെ മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെയും ഭരണ നടപടിക്രമങ്ങളെ നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ, റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് കേരള, അതുപോലെ റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിനുമുണ്ട്, എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുമുണ്ട് ഒരേ തരത്തിലുള്ള റൂൾസാണ്. ആ നിയമങ്ങൾ നമുക്ക് തരുന്ന രസക്കൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പ്രസ്തുത നിയമാവലിയിലെ റൂൾ 10(1) എന്താണ് പറയുന്നത് എന്ന് നോക്കാം. സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കാവുന്ന ഒരു ഉത്തരവും ധനകാര്യ വകുപ്പിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ പുറപ്പെടുവിക്കുവാൻ പാടില്ല. ഇനി റൂൾ 10(2) എന്താ പറയുന്നത് നോക്കാം. റൂൾ 10(2) പ്രകാരം ധനകാര്യ വകുപ്പ് ഭരണവകുപ്പിൻ്റെ ഒരു നിർദ്ദേശത്തിന് അംഗീകാരം നൽകാതിരിക്കുകയും ധനകാര്യമന്ത്രി തൻ്റെ വകുപ്പിൻ്റെ എതിർപ്പിനെ അംഗീകരിക്കുകയും ചെയ്താൽ ഭരണവകുപ്പ് ആ നിർദ്ദേശവുമായി മുന്നോട്ട് പോകാൻ പാടില്ല. അസാധാരണ സാഹചര്യങ്ങളിൽ മേൽ നിർദ്ദേശം നടപ്പാക്കേണ്ടതാണെന്ന് സർക്കാരിന് ഉത്തമ ബോധ്യമുണ്ടായാൽ മന്ത്രിസഭയ്ക്ക് മാത്രമേ ധനവകുപ്പിൻ്റെ ധനമന്ത്രി തലത്തിലുള്ള വിയോജിപ്പിനെ മറികടക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി മുഖ്യമന്ത്രിക്ക് പോലും മേൽ വിയോജിപ്പിനെ മറികടക്കുവാൻ റൂൾ 10 പ്രകാരം അധികാരമില്ല. അത് അധികാരമുള്ളത് മന്ത്രിസഭയ്ക്ക് മാത്രമാണ്. അതായത് ഒറ്റക്കെട്ടായിട്ട് മന്ത്രിസഭ ആഗ്രഹിച്ചാൽ മാത്രമേ ധനമന്ത്രാലയവും ധനമന്ത്രിയും വിയോജിപ്പ് പുറപ്പെടുവിച്ച ഒരു ചെലവ് നടപ്പാക്കാൻ ഒക്കൂ. ഇനി ഇത് കേന്ദ്ര ധനമന്ത്രിക്കും സംസ്ഥാന ധനമന്ത്രിക്കും മന്ത്രിമാർക്കും ഉള്ള ഒരു സവിശേഷ പദവിയാണ്, അലംഘനീയമായ പദവിയാണ്. ലംഘിക്കാം എപ്പോൾ മാത്രം, അത്ര അത്യാവശ്യ കാര്യമാണ്, ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത കാര്യമാണ് എങ്കിൽ മന്ത്രിസഭയ്ക്ക് ഒത്തുചേർന്ന് ഇതിനെ ലംഘിക്കാം, അല്ലാതെ ലംഘിക്കാൻ പറ്റുകയില്ല. ഇനി വേറൊന്നോടെ അതിനോട് ചേർന്ന് വായിക്കേണ്ടത്,
അക്കൗണ്ടൻറ്റ് ജനറൽ, അതായത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഏത് ചെലവും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏത് ചെലവും ലാസ്റ്റായിട്ട്, അതായത് അംഗീകാരം, നിയമപരമായി അംഗീകാരം സിദ്ധിക്കുന്നത് എപ്പോഴാണ്? CAG ഓഡിറ്റ് ചെയ്ത് ശരിയെന്ന് കണ്ടെത്തി അസേർട്ട് ചെയ്യുമ്പോഴാണ്, അത് സർട്ടിഫൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതേപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇതേ ഈ റൂൾ ഓഫ് ലോയിലുള്ളതാണ്. അക്കൗണ്ടൻറ്റ് ജനറൽ ചിലവുകൾ ഉൾക്കൊള്ളുന്ന സർക്കാർ ഉത്തരവുകൾ ധനവകുപ്പിൻ്റെ അംഗീകാരത്തോടെയാണ് പുറപ്പെടുവിച്ചതെന്ന് പരിശോധിക്കുന്നതാണ്. റൂൾ 10(4) ധനവകുപ്പിൻ്റെ അംഗീകാരമില്ലാതെ പുറപ്പെടുവിക്കപ്പെട്ട ഉത്തരവുകൾ വഴി ഉണ്ടാകുന്ന ചെലവുകളെ അക്കൗണ്ടൻറ്റ് ജനറൽ അംഗീകരിക്കില്ല. അതായത് റൂൾ 10 ബ്രാക്കറ്റിൽ 4 അനുസരിച്ച് ധനമന്ത്രിയുടെ അംഗീകാരമില്ലാതെ ഗവൺമെൻറ് നടപ്പാക്കുന്ന ചെലവുകളെ CAG അംഗീകരിക്കുകയില്ല, ഓഡിറ്റ് റിപ്പോർട്ടിൽ അത് അംഗീകരിച്ചു കൊടുക്കുകയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ പ്രശ്നമാകും. ഓക്കെ, ഇനി കേന്ദ്ര സർക്കാരിലും ഇതേ നിയമങ്ങളുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വം കേന്ദ്രത്തിൻ്റെ ആണെങ്കിലും ഉറപ്പുവരുത്തുവാനും സാമ്പത്തിക തകർച്ച ഒഴിവാക്കാനുമാണ് ഈ റൂൾ നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ ധനമന്ത്രി ബാലഗോപാലും അതുപോലെ കിഫ്ബിയുടെ CEOയും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ പ്രകടമാകുന്നത്. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവച്ചിട്ടുള്ളതാണ്. അതായത് CAG റിപ്പോർട്ട് എടുത്ത് നോക്കുക. റിപ്പോർട്ട് നമ്പർ 3 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്ര ഇൻസിഡൻസ് ഉണ്ട് ചൂണ്ടിക്കാണിക്കാനായിട്ട്. ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് അസോസിയേഷനോട് ഞാനിത് വെരിഫൈ ചെയ്തതാണ്. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്ന് CAG കുറ്റപ്പെടുത്തിയിരുന്നു CAG റിപ്പോർട്ടിൽ. അപ്പം ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിനോട്, ഗവൺമെൻറ് ഓഡിറ്റേഴ്സിനോട് ഞാൻ നേരിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്ന് CAG കുറ്റപ്പെടുത്തുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ പൂർണ്ണ സമ്മതത്തോടെ വകുപ്പുകളിൽ ചെല്ലുമ്പോൾ വകുപ്പുകൾ തന്നെയാണ് വിമുഖത കാണിക്കുന്നത്. അതെന്താണ് അങ്ങനെ വിമുഖത കാണിക്കാൻ കാരണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പലപ്പോഴും വകമാറ്റി ചെലവഴിക്കുന്ന പ്രശ്നം ഉണ്ടാകാം. അങ്ങനെയാകുമ്പോൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിക്കില്ല, അങ്ങനെ വകമാറ്റി ചെലവഴിച്ച കണക്കുകളും കൂടി ചെന്നാൽ. അപ്പോൾ CAG അംഗീകരിക്കില്ല. CAG പിന്നെ അത് ഘടകവിരുദ്ധമായിട്ട് തന്നെ അതിനെ ഓഡിറ്റ് ചെയ്ത് തെറ്റ് എന്ന് തന്നെ പറയും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഓഡിറ്റേ നടത്താതിരിക്കുക. പിന്നെ എന്തെങ്കിലും കള്ളക്കളികളൊക്കെ കാണിച്ച് CAG ഓഡിറ്റ് വരുമ്പോൾ ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാകാം. എന്തായാലും ഇതൊക്കെയാണ് ഈ സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത്. അങ്ങനെ വകമാറ്റി ചെലവഴിക്കുന്നു. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് അതുകൊണ്ട് തന്നെ നിരുത്സാഹപ്പെടുത്തുന്നു. CAG ഓഡിറ്റ് വരുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം, അത് ട്രൈബ്യൂണലിൻ്റെ മുമ്പിലാണ്, അല്ലെങ്കിൽ തടസ്സങ്ങളിൽ പെട്ട് കിടക്കുകയാണ്, കോടതി മുമ്പാകെയാണ്, ഇങ്ങനെ പല ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെയും നിരുത്സാഹപ്പെടുത്തുക. ഈ തരത്തിലുള്ള പ്രക്രിയകൾ കേരളത്തിൽ ധാരാളം നടക്കുന്നു, ഗവൺമെൻറ്റിൽ ധാരാളം നടക്കുന്നു എന്ന് CAG റിപ്പോർട്ട് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അപ്പം ഇതൊക്കെ കണ്ടും കേട്ടും നിർവീര്യമായ മനസ്സോടെ ഇരിക്കാനേ ശ്രീ ബാലഗോപാലിന് പറ്റൂ, ധനമന്ത്രിക്ക് പറ്റൂ എന്ന ഒരവസ്ഥ. അതാണ് നമ്മൾ നേരത്തെ തന്നെ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഗവൺമെൻറ് ഭരണത്തിൽ വരുന്നത് ശക്തമായ ഭരണം കാഴ്ചവെക്കാനാണ്. വിഭവ സമാഹരണത്തിൽ അതുപോലെ തന്നെ ആ സമാഹരിച്ച വിഭവങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ മുൻഗണനാ ക്രമം അനുസരിച്ച് വിവിധ വകുപ്പുകൾ വഴിയായി വകുപ്പുകളുടെ ധർമ്മം പാലിക്കുക. അങ്ങനെ വകുപ്പുകളുടെ ധർമ്മം പാലിക്കുമ്പോഴാണ് ജനക്ഷേമം ഉറപ്പാക്കാൻ പറ്റുക. വകമാറ്റി ചെലവഴിച്ചതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. അതായത് നമ്മുടെ കാരുണ്യ ലോട്ടറി ഈ വർഷം ഉണ്ടാക്കിയത് 12,686.99 കോടിയാണ്. ലോട്ടറി സിസ്റ്റം വഴി വിറ്റുവരവ് എല്ലാം കാരുണ്യ ലോട്ടറിയുടെ ആയിരിക്കില്ല, പലതരം ലോട്ടറികളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് കാരുണ്യ ലോട്ടറിയിൽ നിന്ന് തന്നെയാണ്. എന്നിട്ടും ആ കാരുണ്യ ലോട്ടറിയിൽ പങ്കാളികളായി രോഗികൾക്ക് ഗവൺമെൻറ്റിന് വേണ്ടി സൗജന്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, പിന്നീട് റീഇംബേഴ്സ് ചെയ്യും എന്ന വിധി പ്രകാരം ആ പണം കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. ഒരു വർഷത്തിലേറെയായിട്ട് കോടികളുടെ കണം. ഈ കുടിശ്ശിക കാരണം ആശുപത്രികളൊക്കെ വിട്ടുപോവുകയാണ് ഈ പദ്ധതിയിൽ നിന്ന്. കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളൊക്കെ വിട്ടുപോവുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? വകമാറ്റി ചെലവഴിക്കുന്നത്. ലോട്ടറിയിലേക്ക് വരുന്ന പണം ലോട്ടറിയുടെ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ചെലവഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം വരില്ല, ആശുപത്രികൾ വിട്ടുപോകേണ്ടി വരില്ല. അപ്പം ഇങ്ങനെ വകമാറ്റി ചെലവഴിക്കുക ഒരു ശീലമായിരിക്കുകയാണ് ഗവൺമെൻറ്, LDF ഗവൺമെൻറ്.
ഒന്നാം LDFനും ഉണ്ടായിരുന്നു, രണ്ടാം LDF ഗവൺമെൻറ് ആയപ്പോഴത്തേക്കും അത് മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ്. അത് തന്നെയാണ് നമ്മുടെ ധനപ്രതിസന്ധിയുടെ മൂർധന്യാവസ്ഥയ്ക്കും കാരണം. അപ്പം ഇതിനൊക്കെ പഴി കേൾക്കേണ്ടി വരുന്നത് ധനമന്ത്രിയാണ്. കിഫ്ബിയുടെ CEO ഒന്നും അതിൻ്റെ പഴി കേൾക്കേണ്ടി, മറ്റു വകുപ്പ് മന്ത്രിമാരൊന്നും പഴി കേൾക്കേണ്ടി വരില്ല. ധനവകുപ്പിൻ്റെ കഴിവുകേട് കൊണ്ട് ഇങ്ങനെയൊക്കെ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നായിരിക്കും എല്ലാവരും വിലയിരുത്തുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ധനമന്ത്രി മുറുമുറുപ്പ് കാണിക്കുന്നതിൽ തെറ്റില്ല. അതായത് ഇത് കറക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഓരോരോ വകുപ്പുകൾ, ഏത് വകുപ്പിൽ പണം അനുവദിക്കണമോ അത് ധനവകുപ്പ് കണ്ട് തന്നെ വേണം. കാരണം ഇപ്പോൾ പ്രയോറിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു വകുപ്പിന് ഒരു പക്ഷേ പണം കൊടുക്കാതെ വേറെ പ്രയോറിറ്റി കുറഞ്ഞ ഒരു വകുപ്പിന് പണം കൊടുത്താൽ, അതായത് നാളെ ചെയ്താൽ മതി എന്നുള്ള വകുപ്പിന് പണം കൊടുക്കുന്നത് പോലെയല്ല ഇന്ന് തന്നെ എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റിന് പണം കൊടുക്കുന്നത്. അപ്പോൾ ആ പ്രയോറിറ്റി അനുസരിച്ച് പണം കൊടുക്കുക, അതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിന് ആണ് ഉള്ളത്. പക്ഷേ ധനമന്ത്രി അറിഞ്ഞ് തന്നെ വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതിനെ കൂട്ടാക്കാതെ കിഫ്ബിയുടെ CEO എന്ന രീതിയിൽ ആവശ്യത്തിലധികം ഇൻഫ്ലുവൻസ് ഗവൺമെൻറ്റിൽ ചെലുത്തുന്നു. അങ്ങനെ ധനമന്ത്രാലയത്തിന് അത് ദോഷകമായി വരുന്നു. ധനപ്രതിസന്ധി രൂക്ഷമാകാൻ അത് കാരണമാകുന്നു. ഇതൊക്കെ തീർച്ചയായിട്ടും ശ്രീ ബാലഗോപാൽ ആര് തന്നെയാണെങ്കിലും ഇതൊക്കെ കണ്ടെത്തിയിരിക്കും. ഇതിനെതിരായിട്ട് തീർച്ചയായിട്ടും പ്രതികരിക്കുകയും ചെയ്യും. കാരണം അങ്ങനെ പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിച്ചാൽ മാത്രമേ ഗവൺമെൻറ്റിന് ഇക്കഴിഞ്ഞ ലോകസഭ ഇലക്ഷനിൽ കിട്ടിയതുപോലുള്ള തിരിച്ചടികൾ കിട്ടാതിരിക്കുകയുള്ളൂ. അങ്ങനെ പ്രതികരിക്കാൻ വേറെയും ഒരുപാട് കാരണങ്ങൾ കിടക്കുകയാണ്. ഇപ്പോൾ ഈ ബജറ്റിൽ തന്നെ കേരളത്തിന് എന്ത് കിട്ടി? 24,000 കോടിയുടെ ഒരു പാക്കേജ് ചോദിച്ചിരുന്നു. അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, കിട്ടിയിട്ടില്ല. അതുമാത്രവുമല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ ബജറ്റിലൊക്കെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക തുക മാറ്റിവെക്കുന്നു. അത് സംസ്ഥാനങ്ങളുടെ ആവശ്യം വളരുകയാണ്. ആവശ്യം വളരുകയായതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അലോട്ട് ചെയ്യുന്ന ഫണ്ടും വളരണം. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് നിർമ്മലാ സീതാരാമൻ തന്നെ ഉദ്ഘോഷിക്കുന്ന പല കാര്യങ്ങളും, അതായത് പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ വലിയ വർധനവുണ്ടായി, പരോക്ഷ നികുതി വരുമാനത്തിൽ വലിയ വർധനവുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഉത്സാഹം കാണിക്കുന്ന നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് എടുത്ത് നിങ്ങളൊന്ന് നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ആ ബജറ്റ് 2017 ഒരു ആരോഗ്യ നയം കൊണ്ടുവന്നിരുന്നു. ഈ പറയപ്പെട്ട BJP ഗവൺമെൻറ്റിൻ്റെ ഒരു ആരോഗ്യ നയം 2017. അതിൽ പറയുന്നത് ഹെൽത്തിന് 2% GDPയുടെ കേന്ദ്ര ഗവൺമെൻറ് ചെലവഴിക്കണം, അതുപോലെ 8% സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കണം എന്നാണ്. സംസ്ഥാന ബജറ്റ് വളരെ നേരത്തെ വന്നു, നമ്മളതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കേന്ദ്ര ബജറ്റ് എന്താ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? GDPയുടെ 0.27%, 0.5% പോലും മാറ്റി വെച്ചിട്ടില്ല ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി. അതുപോലെ തന്നെ എഡ്യൂക്കേഷന് 0.67% മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് വളരെ കാലങ്ങളായി ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ കുറവാണ് ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് മുതൽ നമ്മുടെ ലേറ്റ് രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ട് പോന്ന എല്ലാ കമ്മീഷൻസും GDPയുടെ 5-6% എഡ്യൂക്കേഷന് വേണ്ടി ചെലവഴിക്കണം, എങ്കിലേ നമ്മളൊരു നോളജ് ഹബ്ബാകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനത്താണ് 0.67% എഡ്യൂക്കേഷന് വേണ്ടി കേന്ദ്ര ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നു. ഇനി അതൊക്കെ പോട്ടെ, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി 28 സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും ഉണ്ട്. അവയ്ക്കെല്ലാം കൂടി ഷെയർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? സെൻട്രൽ പൂളിൽ നിന്ന് ഫിനാൻസ് കമ്മീഷൻ വഴിയായിട്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ്, അങ്ങനെയൊക്കെയാണ് ചെലവഴിക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതിൽ വന്നിരിക്കുന്ന വർധനവ് എത്രയാണെന്ന് കേൾക്കണ്ടേ? -0.57%. ഒരിക്കൽ കൂടി പറയട്ടെ, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ട് -0.57%. എത്ര മൂല്യം ചോർന്നു പോയ ഒരു ബജറ്റാണ് ഇതെന്നറിയാമോ? ഇന്ത്യൻ ബജറ്റ് ഇതിനേക്കാളൊക്കെ വലിയ കേമൻ ബജറ്റായിരുന്നു. കാരണം എന്താണ്? അതുവഴിയായിട്ട് കള്ളം പറഞ്ഞ് പരത്തി ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ട് മേടിച്ച് ഒരു BJP മാത്രമുള്ള ഗവൺമെൻറ്, BJP ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ്റായിട്ട് ഭരിക്കാമെന്നും തോന്നിയതുപോലെ ഭരിക്കാമെന്നുമാണ് വിചാരിച്ചിരുന്നത്. അതിനുവേണ്ടിയാണ് വാരിക്കോരി വാഗ്ദാനങ്ങൾ പറഞ്ഞ് ഒരു വലിയ വർണ്ണശബളമായ ബജറ്റ്, ഇന്ത്യ ഷൈൻ എന്ന തരത്തിലുള്ള ബജറ്റ് കൊണ്ടുവന്നത്. പക്ഷേ കിട്ടിയത് അതിനേക്കാളൊക്കെ ഒത്തിരി വ്യത്യസ്തമായ ഫലമാണ്. ഫൈസാബാദിൽ പോലും
നാനാജാതി മതസ്ഥർ ചേർന്ന് BJPയെ തറ പറ്റിച്ചു എന്ന ആ കഥനഭാരം പേറിക്കൊണ്ട് ചെയ്ത ബജറ്റിൽ നിർമ്മല സീതാരാമൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അവർ 2 സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു. അവർക്ക് ഇങ്ങനെ ഏണിപ്പടി പോലെ പിടിച്ചു നിൽക്കാൻ, അതായത് ചന്ദ്രബാബു നായിഡുവിൻ്റെ ആന്ധ്രാപ്രദേശിനും കൊടുത്തു, ബീഹാറിനും കൊടുത്തു. ഈ 2 സംസ്ഥാനങ്ങൾക്കും കൊടുത്തു. പിന്നെ കോർപ്പറേറ്റ്സിനൊക്കെ കുറേ സൗജന്യങ്ങളും കൊടുത്തിട്ടുണ്ട്, നികുതി സൗജന്യം. കോർപ്പറേറ്റ്സിന് കൊടുത്ത നികുതി സൗജന്യങ്ങൾ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ബീഹാറിന് കൊടുത്തതും ആന്ധ്രയ്ക്ക് കൊടുത്തതും നമ്മൾ കുറ്റപ്പെടുത്തുന്നു. കാരണം കഴിഞ്ഞ 10 വർഷവും ഇതേ BJP ഗവൺമെൻറ് തന്നെ ഭരണത്തിലുണ്ടായിരുന്നു. അന്നും ഈ സംസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്നും ഈ സംസ്ഥാനങ്ങൾക്ക് ഇന്നത്തെ പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ആന്ധ്ര ഒരു ക്യാപിറ്റൽ സിറ്റി കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ആലോചനയിലും ഒക്കെ ആയിരുന്നു. അതുപോലെ ബീഹാർ ഒരു ദരിദ്ര രാഷ്ട്രമാണ്, വളരെ താഴ്ന്ന പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനമുള്ള സംസ്ഥാനമാണ്. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു പോവർട്ടി സ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആര് കാരണമാണ് പോവർട്ടി സ്റ്റേറ്റ് ആയത്? അവരുടെ തന്നെ ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിൽ ജനക്ഷേമകരമായി പ്രവർത്തനങ്ങൾ നടത്താതെ പോയതുകൊണ്ടാണ് ബീഹാർ അങ്ങനെയായത്. അങ്ങനെയുള്ള ഒരു ബീഹാറിനും കഴിഞ്ഞ 10 വർഷം ഇത്രയധികം സഹാനുഭൂതി BJPക്കാർക്കോ അല്ലെങ്കിൽ BJP നയിക്കുന്ന ഗവൺമെൻറ്റിനോ ഈ സംസ്ഥാനങ്ങളിലോ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവരെ എത്ര നന്നാക്കി കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. ഇപ്പോൾ അവരെ താങ്ങി നിർത്തുന്ന പിടിവള്ളിയായി തീർന്നപ്പോഴാണ് അവരെ കൈപിടിച്ച് നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ അവർ കൈവിട്ടു പോകും, ഗവൺമെൻറ് വീഴും. അങ്ങനെ വീണു പോകാൻ ഇഷ്ടമില്ല, പിടിച്ച് നിൽക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇതുപോലെ കൈയിട്ട് അവർക്ക് ഇഷ്ടം പോലെ വാരി വെതറിക്കൊടുത്തു. അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? മറ്റ് സംസ്ഥാനങ്ങളാണിപ്പോൾ അനുഭവിക്കേണ്ടത്, അവർക്ക് കിട്ടേണ്ടതാണ് കിട്ടാതെ പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 24,000 കോടിയെ പറ്റി ഒരു മെൻഷൻ പോലുമില്ല. അത് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കിട്ടാൻ ആഗ്രഹിച്ചിരുന്ന എയിംസ് നമുക്ക് കിട്ടിയില്ല. അത് സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തും തെറ്റുണ്ട്. അപ്പോൾ അതും ശ്രീ ബാലഗോപാൽ കാണുന്നുണ്ടാവും. കാരണം ഒരു എയിംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ഏക്കർ ഭൂമി വേണം എന്നൊക്കെയുള്ള രീതികളുണ്ട്. ഇത്തിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്താമെങ്കിലും വലിയ മാറ്റം വരുത്താൻ പറ്റാത്ത രീതിയിൽ ഭൂമിയുടെ രീതിയും ഒക്കെ ഉണ്ട്. ഭൂമിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തരപ്പെടുത്തി അതിനെപ്പറ്റിയൊക്കെ ഒരു മാസ്റ്റർ പ്ലാൻ കൊടുക്കാൻ പറ്റിയില്ല. അതായത് ഇവിടുത്തെ വിവിധ ജില്ലകൾ, ഉദാഹരണം കാസർഗോഡ് ജില്ല, ദയാഭായി പോലും വന്ന് അവിടെ സമരം ഇരുന്നതാണ്. കാസർഗോഡ് ജില്ലയുടെ എൻഡോസൾഫാൻ ബാധിതരുടെ ദുരിതങ്ങൾ കണ്ട്, അവരുടെ കുടുംബങ്ങളുടെ ദുരിതങ്ങൾ കണ്ട് അവിടെ ഒരു നല്ല മെഡിക്കൽ കോളേജ് വരണമെന്ന് ആഗ്രഹിക്കുന്നു അവിടുത്തെ ജനമെങ്കിൽ അവരെ നമുക്ക് ഒരിക്കലും തള്ളിപ്പറയാനും കുറ്റപ്പെടുത്താനും പറ്റുകയില്ല. കാരണം കാസർഗോഡിന് ഒരു നല്ല മെഡിക്കൽ കോളേജ് ഇല്ല. വയനാട് ജില്ലയുടെ സ്ഥിതി അതാണ്. പക്ഷേ അവിടെ എൻഡോസൾഫാൻ ബാധിതരില്ല. അതുപോലെ തന്നെ വെള്ളൂർ ന്യൂസ് ഫ്രണ്ടിൻ്റെ 700 ഏക്കർ ഭൂമി വെറുതെ കിടക്കുകയാണ്, കേരള ഗവൺമെൻറ് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചത്. പക്ഷേ ആ ഭൂമി ഏറ്റെടുക്കാൻ പറയുമ്പോഴും കിനാലൂരാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് വെച്ചാൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ പ്രധാനപ്പെട്ട പദ്ധതികളെ അട്ടിമറിക്കുന്നതും ഒക്കെ ശ്രീ ബാലഗോപാൽ അസഹിഷ്ണുതയോടെ കാണുന്നുവെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് ആർക്കും പറ്റില്ല. നമുക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ പറ്റൂ. അതുപോലെയാണ് നാവായിക്കുളം വിഴിഞ്ഞം റിംഗ് റോഡ്. ആ റിംഗ് റോഡിനെ പറ്റിയും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അവഗണിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ റിംഗ് റോഡും അനുബന്ധ വികസനവും വന്നില്ല എന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം പോർട്ട് കൊണ്ടുണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ്സ് എല്ലാം അയൽ സംസ്ഥാനങ്ങൾ തൂത്തുവാരി കൊണ്ടുപോകും. കേരളത്തിന് ആ പ്രയോജനം, അതായത് തൊഴിലിലുണ്ടാകുന്ന സാധ്യതകൾ, മറ്റതുപോലുള്ള വിപണന സാധ്യതകൾ, വ്യവസായ സാധ്യതകൾ, ഇതൊക്കെ നമ്മളിൽ നിന്ന് തട്ടിമാറ്റപ്പെട്ടു പോകും. വേണ്ട ജോലികൾ, വേണ്ട ആസൂത്രിതമായ കർമ്മ പദ്ധതികൾ വിഴിഞ്ഞം പ്രദേശത്ത് ചെയ്തില്ലെങ്കിൽ. അതുപോലെ ശബരി റെയിലിൻ്റെ കാര്യമാണെങ്കിലും മൈസൂരു മലപ്പുറം റെയിൽപാത, അതായത് നിലമ്പൂർ വഴിയുള്ള റെയിൽപാത, അതുപോലെ വ്യവസായ ഇടനാഴി, ഇതിനൊന്നും വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുകയോ അതിനുള്ള ഫണ്ട് വകയിരുത്തുകയോ ഒന്നും സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിട്ടില്ല. അതൊക്കെ കാരണം ഈ പ്രോജക്ട്സ് ഒന്നും ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കനത്ത പ്രഹരമേൽപ്പിക്കുന്നത് ധനമന്ത്രിയായിരിക്കുന്ന ശ്രീ ബാലഗോപാലിനെ കൂടിയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം അദ്ദേഹം അസ്വസ്ഥനാകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വസ്ഥതയില്ലായ്മ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ സ്വസ്ഥതയില്ലായ്മയുടെ ഒരു ബൃഹസ്ഫുരണം മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല. എല്ലാവരും റീതിങ്ക് ചെയ്യുകയും സംസ്ഥാനത്തെ
മുൻഗണനകൾ പുനഃപരിശോധിച്ചുകൊണ്ട് ഏതൊക്കെ പദ്ധതികളാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്ന് ആലോചിച്ച് അവയ്ക്ക് വേണ്ടി കരുനീക്കം നടത്തുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കെല്ലാം ശ്രീ ബാലഗോപാലിൻ്റെ കൂടെ നിൽക്കാം. അതായത് കിഫ്ബി വഴിയുള്ള കടമെടുപ്പും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയുള്ള കടമെടുപ്പും ബജറ്റിൻ്റെ അകത്ത് തന്നെയാണ്, പുറത്തല്ല. ഏത് കോമൺ സെൻസ് ഉള്ളവർക്കും അത് മനസ്സിലാകും. പിന്നെ അവർ പുറത്ത് 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 എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നാം അത് പുറത്താണെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. അകത്താണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ്? ഒന്ന്, തോമസ് ഐസക് കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് കൊണ്ടുവന്നപ്പോൾ തന്നെ 1% സെസ് ഇന്ധനങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു. ഇന്ധനങ്ങളിലെ 1% സെസ് അത്ര വലിയ കാര്യമാണോ എന്ന് നിങ്ങൾ ഓർക്കുമോ? അങ്ങനെ ഓർക്കേണ്ട സുഹൃത്തുക്കളെ. കാരണം ഇന്ത്യയിൽ ശരാശരി 1000 പേർക്ക് 18 വണ്ടികളേ ഉള്ളൂ. അതേ സമയത്ത് കേരളത്തിൽ 1000 പേർക്ക് 466 വാഹനങ്ങളുണ്ട്. അത്ര വാഹന ഡെൻസിറ്റിയുള്ള സംസ്ഥാനത്ത് 1% സെസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തുക തന്നെ വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള സെസ് അത് പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സിനൊക്കെ ആയിട്ട്. എന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് ബജറ്റിന് പുറത്തല്ല, ബജറ്റിനകത്താണ്. അതുകൊണ്ടാണല്ലോ ബജറ്റ് വഴി 1% സെസ് ഈടാക്കുന്നത്. ആ ബജറ്റ് വഴി ഈടാക്കുന്നത് ഖജനാവിലാണ് പോകേണ്ടത്, മറ്റു പുറത്തേക്ക് എവിടെയുമല്ല പോകേണ്ടത്, ഒളിത്താവളങ്ങളിലേക്കൊന്നുമല്ല പോകേണ്ടത്. അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ടാക്സ്. അപ്പം ഞാൻ വാഹനങ്ങളുടെ ഡെൻസിറ്റിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. ഒന്നാമത്തതിൻ്റെ കാരണം ഈ മോട്ടോർ വാഹനങ്ങളുടെ മോട്ടോർ വാഹന നികുതി അതിൻ്റെ 50% നേരെ പോകുന്നത് കിഫ്ബി അക്കൗണ്ടിലേക്കാണ്. അപ്പോഴും നമുക്ക് പറയാൻ പറ്റുമോ ഇത് പുറത്താണ് എന്ന്? ഇനി വേറെ മൂന്നാമത്തെ കാരണം സോവറിൻ ഗ്യാരണ്ടി. അതായത് ഗവൺമെൻറ്റാണ് ഗ്യാരണ്ടർ. ഈ ഗവൺമെൻറ് ഗ്യാരണ്ടിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്ന അതായത് കേരള സംസ്ഥാനം കടക്കണിയിലേക്ക് പോയാൽ കേന്ദ്ര സംസ്ഥാനമാണ് ഗ്യാരണ്ടർ ആവുക. അതാണ് സോവറിൻ ഗ്യാരണ്ടി. ഒരു ഫെഡറൽ സംവിധാനത്തിൽ സോവറിൻ ഗ്യാരണ്ടിയുടെ പ്രത്യേകത അതാണ്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് കിഫ്ബി ബജറ്റിനകത്താണ്, പുറത്തല്ല എന്ന് CAG പറയുന്നു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നു, ഞാനും നിങ്ങളും പറയുന്നു. അപ്പോഴും LDF പറയുകയാണ്, ഇത് ബജറ്റിന് പുറത്താണ്. അത്ര മണ്ടന്മാരാക്കണോ നമ്മളെ? അങ്ങനെ ആക്കാൻ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട. ശ്രീ ബാലഗോപാലും അത് സമ്മതിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് വസ്തുനിഷ്ഠമായിട്ട് ഇതിനെയൊക്കെ എതിർക്കാൻ പറ്റിയില്ലെങ്കിൽ റിസൈൻ ചെയ്തു പോയാലും, മന്ത്രിപദം ഉപേക്ഷിച്ചു പോയാൽ പോലും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒന്നിനും കൂട്ടുനിൽക്കരുത് ബഹുമാനപ്പെട്ട ധനമന്ത്രി എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.